സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടക്കുന്നുവെന്ന് കാട്ടി അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റി പ്രചരിപ്പിക്കുന്നുവെന്നാണ് പരാതി. കോഴിക്കോട് സൈബർ സെല്ലിലാണ് കുടുംബം പരാതി നൽകിയത്. മുഹമ്മദ് ഷംസീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംസീർ, നമുക്കറിയാം ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് പലതവണ കുടുംബാംഗങ്ങളടക്കം മാധ്യമങ്ങളെ കണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിലും ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾ ആരാണ്, എന്താണ് ശരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്, എന്ത് മാറ്റി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്? ജിൽസി, അർജുനായുള്ള കുടുംബത്തിൻ്റെയും കേരളത്തിൻ്റെയും കാത്തിരിപ്പ് 10ാം ദിവസത്തിലേക്ക് നീളുകയാണ്. അർജുൻ തിരിച്ചു വരണമെന്ന പ്രതീക്ഷയോട് കൂടിയുള്ള തെരച്ചിൽ അവിടെ തുടരുന്നു. ഈ സമയത്താണ് അർജുൻ്റെ കുടുംബത്തിനെതിരെ വ്യാജ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസം മുൻപ് നടന്നൊരു വാർത്താ സമ്മേളനത്തിലെ ഒരു ഭാഗം അത് എഡിറ്റ് ചെയ്ത്, ഈ വീഡിയോയിൽ ഒരു ഭാഗം എഡിറ്റ് ചെയ്ത് ചേർത്തുകൊണ്ടാണ് കുടുംബത്തിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നത്. അമ്മ ഷീല മാധ്യമങ്ങളോട് സംസാരിച്ച് നിർത്തിയ സമയത്ത് അമ്മയുടെ സഹോദരി ചെവിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ ആഡ് ചെയ്യാൻ വേണ്ടി ചെവിയിൽ പറയുന്ന ഈ ഒരു സമയത്ത് മറ്റൊരു ഓഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തുകൊണ്ടാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. അത് പട്ടാളത്തിനെതിരെ മോശമായി പറയണം എന്ന തരത്തിലൊരു ഓഡിയോ എഡിറ്റ് ചെയ്ത് ചേർത്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടക്കുന്നത്. പട്ടാളത്തിനെതിരെ പറയണമെന്ന തരത്തിലൊരു ഓഡിയോ ആഡ് ചെയ്യുകയാണ്, കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എന്ന നിലയ്ക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് കുടുംബത്തിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നത്. ഇതൊരു അക്കൗണ്ടിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെന്നാണ് സൈബർ സെല്ലിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അക്കൗണ്ടിൽ നിന്ന് അത് പിന്നീട് റിമൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റു ചില ഇടങ്ങളിൽ വീണ്ടും ഈ വീഡിയോ റീപോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് സൈബർ സെല്ലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സൈബർ സെല്ലിനാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ പരാതി നൽകിയത്. സൈബർ പോലീസ് ഈ വിഷയത്തിൽ ഇന്ന് അന്വേഷണം ഊർജിതമാക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. നാം കാണേണ്ടത് അർജുന് വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പും 10ാം ദിവസത്തിലേക്ക് ആ തെരച്ചിലുമൊക്കെ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ തരത്തിൽ കുടുംബത്തെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകമായി തന്നെ കാണണം. ജിൽസി, ഈ വാർത്തയോടെ എന്ത് പ്രതികരണം നടത്തണമെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയധികം വിഷമത്തോടെ അർജുൻ്റെ കുടുംബം പലതവണ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിലൊരു ഭാഗം എഡിറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ശബ്ദം കയറ്റിക്കൊണ്ട് ഇങ്ങനെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർ എന്ത് വിളിക്കണമെന്ന് പോലും അറിയില്ല. കാരണം കേരളം ഒറ്റക്കെട്ടായി അർജുനായുള്ള കാത്തിരിപ്പ് നടത്തുന്നതിനിടയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ കൂടി ആളുകൾ തുനിയുന്നുണ്ട് എന്നുള്ളത് നിരാശാജനകമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനെ പ്രയോഗിക്കാൻ മറ്റ് വാക്കുകളാണ്. അതൊരു പക്ഷേ ഈ സമയത്ത് പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രം പറയാതിരിക്കുകയാണ്.